അയ്യപ്പ സേവാ സംഘം അയ്യപ്പ ക്ഷേത്രത്തിലെ പ്രഥമ ഭാഗവത സപ്താഹ യജ്ഞത്തിന് തിരിതെളിഞ്ഞു. യജ്ഞാചാര്യൻ മൊളേരി രഞ്ജിത്ത് നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് സപ്താഹം നടക്കുന്നത്. അഖില ഭാരത അയ്യപ്പ സേവാ സംഘം പഴമ്പലക്കോട് ശാഖയുടെ നേതൃത്വത്തിൽ പഴമ്പലക്കോട് അയ്യപ്പ ക്ഷേത്രത്തിൽ പ്രഥമ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് ഭക്തി നിർഭരമായ തുടക്കം. സെപ്റ്റംബർ 14 മുതൽ 21 വരെയാണ് യജ്ഞം നടക്കുന്നത്. യജ്ഞാചാര്യൻ മൊളേരി രഞ്ജിത്ത് നമ്പൂതിരിയാണ്. സഹ ആചാര്യന്മാരായി ജയേഷ് കൃഷ്ണൻ നമ്പൂതിരിയും ഇടമന വാദ്യാൻ ഈശ്വരപ്രസാദ് നമ്പൂതിരിയുമാണ് ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത്. ആചാര്യവരണത്തോടുകൂടിയാണ് യജ്ഞത്തിന് തുടക്കം കുറിച്ചത്. പഴമ്പലക്കോട് വിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും യജ്ഞവേദിയായ പഴമ്പലക്കോട് അയ്യപ്പ ക്ഷേത്രം വരെ താളവാദ്യ അകമ്പടികളോടുകൂടി ആചാര്യവരണ സമേതം യജ്ഞത്തിന് തുടക്കം കുറിച്ചു. ഗണപതി ഹോമത്തോടുകൂടിയാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. വിഷ്ണു സഹസ്രനാമജപവും തുടർന്ന് ഭാഗവത പാരായണവും നടന്നു. വിവിധ ദിനങ്ങളിലായി ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്തുതികളോടുകൂടിയ പാരായണ ഭാഗങ്ങൾ നടക്കും. വെള്ളിയാഴ്ച അതിശ്രേഷ്ഠമായ രുക്മിണി സ്വയംവര ചടങ്ങുകൾ നടക്കുക. സപ്താഹ കമ്മിറ്റി കൺവീനർ എൻ കല്യാണകൃഷ്ണപിള്ള, കമ്മിറ്റി ഭാരവാഹിയായ വി ഗോപാലകൃഷ്ണൻ മാസ്റ്റർ എന്നിവർ പഴമ്പലക്കോട് അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ശാഖയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രഥമ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തെക്കുറിച്ച് വിശദീകരിച്ചു. വിശദീകരണ വേളയിൽ ചെയർമാൻ NR ശിവനാരായണനും സെക്രട്ടറി GM ശ്രീധരൻ, S ജയകുമാർ, വി ഗോപാലകൃഷ്ണൻ, K കൊച്ചുമാധവൻ, P രാജഗോപാലൻ, S രാമകൃഷ്ണൻ, സുന്ദരൻ, V ശ്രീധരൻ തുടങ്ങിയവർ ആദ്യ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തെക്കുറിച്ചുള്ള വിശദീകരണ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. 14-ാം തീയതിയാണ് നമ്മുടെ പരിപാടി തുടങ്ങിയത്. പഴമ്പാലക്കോട് ശ്രീ വിഷ്ണു അന്തി മഹാകാലൻ ക്ഷേത്രത്തിൽ നിന്ന് വാദ്യ താലത്തിന്റെ അകമ്പടിയോടുകൂടിയാണ് ആചാര്യനെ നമ്മൾ വരവേറ്റ് കൊണ്ടുവന്നത്. തുടർന്ന് നമുക്ക് ആചാര്യവരണം നടത്തി. ഇനി 5-ാം ദിവസം ശ്രീ നാരായണമൂർത്തി ക്ഷേത്രത്തിൽ നിന്നും രുക്മിണി സ്വയംവര ഘോഷയാത്ര താള വാദ്യമേളങ്ങളോടെ നമ്മൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിലും എല്ലാ ഭക്തജനങ്ങളുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു. സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ. സത്യാടോ, എന്റെ വീട്ടിൽ ഈ കണക്ഷനാ. തന്നെയും വിശ്വാസമില്ല. അല്ല, കേരള വിഷൻ. കേരള വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി.